Welcome to Maharajas College of Arts and Science. I am Subhash, your English teacher. So I am going to start with the first lesson. Your Karim sir has given an introduction to that. You may be remembering it. The qualities needed to become successful. The role of confidence, determination, perseverance, and let me start with the lesson. And before starting with the lesson, the first lesson, that is Abe's first speech. First speech. Suppose you are asked to make your first speech. Will you be able to do it without any hesitation? Can you execute it properly? I don't think so. Maybe some. നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ് ഇവിടെ വന്ന് ഒരു പ്രസംഗം നടത്താൻ പറഞ്ഞു. ആദ്യ പ്രസംഗം ഒരാശങ്കയുമില്ലാതെ ഒരു സങ്കോചവുമില്ലാതെ നടത്താൻ പറ്റുമോ? എന്താ നമ്മളെ തടയുന്നത്? So many factors are pulling us back, dragging us back. So we have to advance, defeating all those somethings. ഞാൻ ആ പറഞ്ഞ സംതിങ്സിൽ എന്തൊക്കെ ചിലത് നമ്മളെ പുറകോട്ട് പിടിക്കുന്നു, അതിനെയൊക്കെ പരാജയപ്പെടുത്തി മുന്നോട്ട് നീങ്ങണം. Only such people will succeed in life, and only such people succeeded in our life or in their lives. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ മാത്രമേ വിജയിക്കൂ, അവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. സക്സസ്. So this is the story, this is one among the stories of success, or this is a successful story. A story dealing with the topic success. And if you want to succeed, ഇനി നിങ്ങൾക്ക് വിജയിക്കണമെന്ന് കരുതുക. വിജയിക്കണമെങ്കിൽ എന്ത് വേണം? You should have confidence. You should have confidence. I can and I will. എനിക്ക് കഴിയും, ഞാനിത് ചെയ്യും. I can and I will do it. അങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണ്ടിയിരിക്കുന്നു? You need confidence. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു വിഷയത്തിലേക്ക് പോകുന്നു. See, every human being comes into this world gifted with a potential. ഈ ലോകത്ത് ഓരോ മനുഷ്യനും വരുന്നത് ഏതോ പൊട്ടൻഷ്യൽ കൊണ്ട് അനുഗ്രഹീതമായിട്ടാണ്. പക്ഷെ ഉള്ള കുഴപ്പം എന്താ? പലരും അവരിലുള്ള പൊട്ടൻഷ്യൽ തിരിച്ചറിയുന്നില്ല. Many fail to identify the potential in them. ഒരു കാറ്റഗറിയാണേ. ഇന്നൊരു കാറ്റഗറി ഉണ്ട്. They know that they have potential or such and such potentials, but they do not make use of it. ആ പൊട്ടൻഷ്യലിനെ, ആ കഴിവുകളെ ഉപയോഗപ്പെടുത്താതിരിക്കുക, അങ്ങനെ പോകുന്നവരുണ്ട്. ഇന്നൊരു വിഭാഗമുണ്ട്. They have the potential, but so many others are there discouraging them from making use of the potential. മറ്റു പലരും അപ്പുറത്ത് നിൽക്കുന്നത് അവരവരെ തടയുകയാണ്, നിരുത്സാഹപ്പെടുത്തുകയാണ് ഇവരുടെ കഴിവുകളെ ഉപയോഗിക്കുന്നതിൽ നിന്ന്. ഇങ്ങനെ പോകുന്നു. കഴിവുകളെ തിരിച്ചറിയണം. We should identify the potential in us or the potential in us and make use of it properly. That is the secret of success. അതാണ് വിജയരഹസ്യം, അതാണ് വിജയത്തിൻ്റെ രഹസ്യം. നമ്മുടെ കഴിവുകളെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. അതിനുള്ള കോൺഫിഡൻസ് നമുക്ക് വേണം. പക്ഷെ അങ്ങനെ നമ്മളുടെ കഴിവുണ്ട്, ഈ കഴിവുകൾ നമ്മൾ കണ്ടില്ലെന്നടിക്കുന്ന ആൾക്കാരുണ്ട്. നേരത്തെ പറഞ്ഞു, വേറെ ചില ആൾക്കാർ നമ്മളെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ നമ്മൾ പോകുന്നു. എന്തേ കാരണം എന്ന് ചോദിച്ചാൽ നമ്മളിലുള്ള കഴിവുകൾ എന്നെ കൊണ്ട് പറ്റുമോ? കനായി ഇസ് ഇറ്റ് പോസിബിൾ ഫോർ മീ? ഐ ഡോണ്ട് തിങ്ക് സോ. ഇതാണ് നമ്മൾ. എന്നെ കൊണ്ട് കഴിയുമോ?
എന്നെ കൊണ്ടൊന്നും ഇതൊന്നും പറ്റില്ല, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂലേ. യെസ്, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. വിജയം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അകലെയാണ്. ഒരു ചെറിയ സംഭവം ഇവിടെ നമ്മൾ കാണാൻ പോകുന്നു. ഇനി ഇതിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ലെസൺ എന്താ? എബ്രഹാം ലിങ്കൺസ് ഫസ്റ്റ് സ്പീച്ച്. എബ്രഹാം ലിങ്കൺ, one of the most powerful presidents of America, one of the most powerful challenging presidents America has ever seen. അമേരിക്ക കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള, ഏറ്റവും ശക്തനായ ഒരു പ്രസിഡൻറ്റ്. The one who put an end to slavery, the one who showed the daring, the courage to put an end to slavery. അടിമത്വം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ഉള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ ധൈര്യം കാട്ടിയവൻ. എ വെരി എഫിഷ്യൻ്റ് എഫക്റ്റീവ് ഒറേറ്റർ. നല്ല കഴിവുള്ളൊരു വാഗ്മി, നല്ല കഴിവുള്ളൊരു പ്രാസംഗികൻ. ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ, എ വെരി ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ. എങ്ങനെയാണ് കുട്ടിക്കാലത്തിലേക്കൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു കോൾ മൈനിൽ പണിയെടുക്കുന്ന അച്ഛൻ സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നേരെ പോകുന്നത് അച്ഛൻ്റെ അടുത്തേക്കാണ്, ടു അസിസ്റ്റ് ഹിം, ടു ഹെൽപ്പ് ഹിം. അത് കഴിഞ്ഞ് ഒരുമിച്ച് അവർ വീട്ടിലേക്ക് പോകുന്നു. പലപ്പോഴും ഏതെങ്കിലും സുഹൃത്തുക്കളെ സതീർത്ഥ്യരിൽ നിന്ന് കടം വാങ്ങിയ പുസ്തകവുമായിട്ടാണ് പോകുന്നത്. വീട്ടിലെ ചിമ്മിനി വിളക്കിൻ്റെ വെളിച്ചത്തിൽ അതും കുറച്ച് സമയമൊക്കെ രാത്രി ഇങ്ങനെ കത്തിച്ച് വയ്ക്കൂ. ആ സമയം കൊണ്ട് കുറേ വായിച്ചു പിന്നെ ഇറങ്ങും അപ്പുറത്തെ തെരുവ് വിളക്ക്. ആ തെരുവ് വിളക്കിൻ്റെ മുന്നിൽ പോയിരുന്നാണ് ആ പുസ്തകങ്ങൾ വായിച്ചു തീർക്കുക. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് എബ്രഹാം ലിങ്കനെ പോലുള്ള ആൾക്കാരെ ഓർക്കുന്നത്. ഫ്രം ഹട്ട് ടു കാസിൽ, ഫ്രം ഹട്ട് ടു കാസിൽ, ഹട്ട് ടു കാസിൽ, കുടലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്. അമേരിക്കയിലെ ഒരു കുടലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്. ഞാൻ കൊട്ടാരമെന്ന് ഉദ്ദേശിക്കുന്നത് വൈറ്റ് ഹൗസ്, അമേരിക്കയിലെ ഏറ്റവും വലിയ ഓഫീസ്. ഓക്കെ, ആ ഏബ് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസംഗം. അങ്ങനെ ആദ്യ പ്രസംഗം നടത്താൻ അദ്ദേഹത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? അദ്ദേഹം തൻ്റെ പൊട്ടൻഷ്യൽസിനെ തിരിച്ചറിഞ്ഞിരുന്നോ? തിരിച്ചറിയാൻ ആരെങ്കിലും സഹായിച്ചോ? ഇതൊക്കെ നമ്മൾ ഈ പാഠത്തിലൂടെ കാണുന്നത്. ഈ പ്രസംഗം നമുക്കെങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എബ്രഹാം ലിങ്കൺസ് അനക്ഡോട്ട്സ് ആൻഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞ് ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്, R.D. വേർഡ്സ്വർത്ത്. അതിൽ നിന്നെടുത്തിരിക്കുന്നൊരു ഭാഗമാണ് നമുക്ക് കിട്ടുന്ന എബ്സ് ഫസ്റ്റ് സ്പീച്ച്. അനക്ഡോട്ട്സ് ആൻഡ് സ്റ്റോറീസ്. അനക്ഡോട്ട് നമ്മൾ ബൈബിൾ ഇങ്ങനെ വായിച്ചു പോവുകയാണെങ്കിൽ അതിൽ ജീസസിൻ്റെ പിറവി, ക്രൂസിഫിക്കേഷൻ, പിന്നെ വേണമെങ്കിൽ റിസറക്ഷൻ, അതുവരെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ജീസസിൻ്റെ ജീവിതത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അതിനകത്ത് ഒരുപാട് ചെറു കഥകളുണ്ട്, ഉപകഥകൾ, സബ് സ്റ്റോറീസ് ഉണ്ട്, സബ് പ്ലോട്ട്സ് ഉണ്ട്. അതിനെയാണ് വിളിക്കുന്നത് സബ് പ്ലോട്ട്സ് ആർ കോൾഡ് അനക്ഡോട്ട്സ്, ഉപകഥകൾ. അങ്ങനെ എബ്രഹാം ലിങ്കൻ്റെ ജീവിതത്തിലെ കുറേ ഉപകഥകളും കഥകളും അടങ്ങുന്ന ഒരു പുസ്തകം ആര് രചിച്ചു? R.D. വേർഡ്സ്വർത്ത്. അതിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാൻ കിട്ടിയിരിക്കുന്നത്. ഇത് എബ്സ് ഫസ്റ്റ് സ്പീച്ച്. ഓക്കെ, ഇത്രയ്ക്ക് ഇൻട്രൊഡക്ഷൻ മതിയെന്ന് തോന്നുന്നു. പോരെ, ഞാനിങ്ങനെ വായിച്ചു പോകുന്നു. അതിൻ്റെ ഏകദേശം ഒരു ചിത്രം തരികയാണ്. ആദ്യ പാരഗ്രാഫ് വായിക്കാം. ഏബ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് സ്പീച്ച് വെൻ ഹി വാസ് എ ബോയ്, ഗോയിങ് barefoot, his trousers held up by one suspender, and his shock of hair sticking through a hole in the crown of his cheap straw hat. R.D. Wordsworth here gives a picture of the boy Abe. ആ ബാലൻ്റെ, എബ്രഹാം ലിങ്കൺ എന്ന ബാലൻ്റെ ഒരു ചിത്രം നമ്മൾ കാണുകയാണ്. നമുക്ക് ആ ചിത്രം ഒന്ന് നോക്കാം, വായിക്കട്ടെ. ഏബ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് സ്പീച്ച് വെൻ ഹി വാസ് എ ബോയ്. ഒരു ബാലനായിരുന്ന കാലഘട്ടത്തിലാണ് ഏബ് തൻ്റെ ആദ്യ പ്രസംഗം നടത്തിയത്. ഇനി ആ ചിത്രം കാണുകയാണ്. ഗോയിങ് barefoot, നഗ്നപാതനാണ്.
പാദരക്ഷയൊന്നും വാങ്ങാനുള്ള ചുറ്റുപാടൊന്നുമില്ല. പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, കുടിലിൽ നിന്നാണ്, ബെയർ ഫുട്ട്. ഹിസ് ട്രൗസേഴ്സ് ഹെൽഡ് അപ്പ് ബൈ വൺ സസ്പെൻഡർ. സാധാരണ 2 വള്ളിയുണ്ടല്ലേ നിക്കറിന്, ഒരു വള്ളിയേ ഉള്ളൂ ഇപ്പോൾ. മറ്റേ വള്ളിയൊന്ന് ഘടിപ്പിക്കാനുള്ള ചുറ്റുപാടുമില്ല. ഇതാണ് അവസ്ഥ. ഒരു വള്ളി പിടിച്ചിട്ടുണ്ട്, ആ ഒരു വള്ളിയിലാണ് ഏത് സസ്പെൻഡ് നിർത്തിയിരിക്കുന്നത്? ട്രൗസേഴ്സ്. ആൻഡ് ഹിസ് ഷോക്ക് ഓഫ് ഹെയർ. ഇനി കറുത്ത വർഗ്ഗക്കാരനാണ്, നല്ല ഇടതൂർന്ന മുടിയാണ്, സ്പ്രിങ് മുടിയാണ് അല്ലേ? ആ ഷോക്ക് ഓഫ് ഹെയർ, അല്ലെങ്കിൽ ആ എന്താ പറയട്ടെ, തിക്ക് ഹെയർ സ്റ്റിക്കിങ് ത്രൂ, ഇതാ പുറത്തേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നത്. ടി വിയുടെ ആൻറ്റിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ എത്തി നോക്കുന്നു. ത്രൂ എ ഹോൾ ഇൻ ദ ക്രൗൺ ഓഫ് ഹിസ് ചീപ്പ് സ്ട്രോ ഹാറ്റ്. വൈക്കോല് കൊണ്ട് തീർത്ത വില കുറഞ്ഞ ഒരു തൊപ്പി, ഒരു പഴയ തൊപ്പി. അതിൻ്റെ കുറേ ഭാഗം, മുകൾ ഭാഗം കുറേ അടർന്നു പോയിട്ടുണ്ട്. അടർന്നു പോയ ഭാഗത്തൂടെ തലമുടി കുറേ ഇങ്ങനെ പുറത്തേക്ക് എത്തി നോക്കുന്നുണ്ട്. ആ ബാലൻ്റെ രൂപം കണ്ടില്ലേ നിങ്ങൾ? ആ ബാലൻ നടത്തിയ ആദ്യ പ്രസംഗമാണ് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, വായിക്കട്ടെ. നിങ്ങൾ കൂടെ എത്തുക. ഏതെങ്കിലും പ്രയാസമുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു പോകാം. നിങ്ങൾക്ക് പ്രയാസമുണ്ടെന്ന് തോന്നുന്ന വാക്കുകൾ. ഏബ് മേഡ് ഹിസ് ഫസ്റ്റ് സ്പീച്ച്. തൻ്റെ ആദ്യ പ്രസംഗം പിന്നെ ഹി വാസ് എ ബോയ്, ഒരു ബാലനായിരിക്കുമ്പോൾ, ഗോയിങ് ബെയർ ഫുട്ട്, നഗ്നപാതനായി. ഹിസ് ട്രൗസേഴ്സ് ഹെൽഡ് അപ്പ് ബൈ വൺ സസ്പെൻഡർ, ഒരു വള്ളിയേ ഉള്ളൂ, ഒരു സസ്പെൻഡറേ ഉള്ളൂ. ആൻഡ് ഈ ഷോക്ക് ഓഫ് ഹെയർ മീൻസ് തിക്ക് ഗ്രോത്ത് ഓഫ് ഹെയർ, തിക്ക് ഗ്രോത്ത് ഓഫ് ഹെയർ. സ്റ്റിക്കിങ്, ഇങ്ങനെ എത്തി നോക്കുക. സ്റ്റിക്കിങ്, പ്രൊജക്റ്റിംഗ് എന്നുള്ള അർത്ഥമാണ്. പ്രൊജക്റ്റിംഗ് ത്രൂ എ ഹോൾ, ഒരു ചെറുദ്വാരത്തിലൂടെ. ഇൻ ദ ക്രൗൺ, ഇവിടുത്തെ ക്രൗൺ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ ഓപ്പണിംഗ് ആണ്, ഒരു ദ്വാരമാണ്. ഓഫ് ഹിസ് ചീപ്പ് സ്ട്രോ ഹാറ്റ്. സ്ട്രോ ഹാറ്റ്, സ്ട്രോ ഹാറ്റ് മീൻസ് ഹാറ്റ് മെയ്ഡ് ഓഫ് സ്ട്രോ. വൈക്കോല് കൊണ്ട് തീർത്ത വില കുറഞ്ഞ ഒരു തൊപ്പി. ആ തൊപ്പിയുടെ ഒരു കീറിയ ഭാഗത്തൂടെ പുറത്തേക്ക് എത്തി നോക്കി നിൽക്കുന്ന എന്ത്? തലമുടി. ഏബ് in company with his rail-splitting companion Dennis Hanks attended a political meeting, which was addressed by a typical stump speaker. One of those loud-voiced fellows who shouted at the top of his voice and waved his arms widely. നമ്മൾ അടുത്ത ഒരു ചിത്രത്തിൽ കാണുകയാണ്. Abe, Abraham Lincoln, in the company of his rail-splitting companion. Rail-splitting companion. So, he has a companion. Not only his companion, he is his co-worker also. തൻ്റെ സഹപ്രവർത്തകൻ കൂടിയാണ്. എന്താ ജോലി എന്നറിയണ്ടേ? റെയിൽ സ്പ്ലിറ്റിംഗ്. സ്പ്ലിറ്റിംഗ് റെയിൽസ് ഫോർ റെയിൽവേ ടു മേക്ക് ഫെൻസസ്. ഈ റെയിൽവേക്ക് വേലി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? തടി ഇങ്ങനെ കീറിയിടുക. സ്പ്ലിറ്റിംഗ് ലോഗ്സ്. സ്പ്ലിറ്റിംഗ് ലോഗ്സ്, തടി കഷ്ണങ്ങൾ ഇങ്ങനെ കീറണം. എന്തിനു വേണ്ടിയിട്ട്? ഫോർ മേക്കിംഗ് റെയിൽസ്. വേലി ഉണ്ടാക്കുന്നതിന്, റെയിൽവേക്ക് വേലി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തടി കീറിയിടുന്ന ജോലിയാണ്. അപ്പോൾ എന്താ ഇവർ ശരിക്കും എന്താ? ദേ ആർ ലോഗ് സ്പ്ലിറ്റേഴ്സ്. ചങ്ങാതിപരമാണ്, സഹപ്രവർത്തകരുമാണ്. ഒരു ദിവസം എന്താ നടക്കുന്നത്? ഇൻ കമ്പനി വിത്ത് ഹിസ് റെയിൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയൻ ഡെന്നിസ് ഹാങ്സ്. ആൻഡ് ഡെന്നിസ് ഹാങ്സ് ഈസ് ദ നെയിം ഓഫ് ഹിസ് കമ്പാനിയൻ ആൻഡ് co-worker. Companion as well as co-worker. Dennis Hanks, both of them, Abe together with his companion Dennis Hanks attended a political meeting. ഒരു രാഷ്ട്രീയ യോഗത്തിൽ സംബന്ധിക്കുകയാണ് ഈ രണ്ട് ബാലന്മാർ. നോക്കേ, ആ പ്രായത്തിൽ തന്നെയൊക്കെ കാണിക്കുന്ന താല്പര്യങ്ങൾ. രാഷ്ട്രീയ യോഗത്തിൽ സംബന്ധിക്കാനായിട്ട് പോവുകയാണ്. വിച്ച് വാസ് അഡ്രസ്ഡ് ബൈ, ആരാണ് ആ രാഷ്ട്രീയ യോഗത്തെ അഭിസംബോധന ചെയ്തത്? ബൈ എ ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കർ. എ സ്പീക്കർ ഓൺ സ്റ്റംപ്. You see, in those days, there were no mic sets. അന്ന് മൈക്ക് സെറ്റുകളൊന്നുമില്ല, ആംപ്ലിഫയർ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ അന്ന് പിന്നെ എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുന്നത്? ഒരു വലിയ ജനക്കൂട്ടത്തോട് സംസാരിക്കണം. ടു എ ലാർജ് ക്രൗഡ്. സപ്പോസ് വൺ വാണ്ട്സ് ടു അഡ്രസ് എ ലാർജ് ക്രൗഡ്, you know, his voice will not reach to such an extent. അയാളുടെ ശബ്ദം അത്രയും ആ ദൂരം വരെ എത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ സംവിധാനം എന്ന് പറയുന്നത് ഒരു സ്റ്റംപ് വയ്ക്കും.
ഒരു കുറ്റി, നമ്മൾ ക്രിക്കറ്റിലൊക്കെ സ്റ്റമ്പ് നിങ്ങൾക്ക് അറിയാവുന്ന വീടല്ലേ, ഒരു കുറ്റി നാട്ടും. ആ കുറ്റിയുടെ പുറത്ത് കയറി നിൽക്കും. അപ്പോൾ കുറേ അധികം ആൾക്കാരെ കാണുകയും ചെയ്യാം. കുറച്ച് കൂടുതൽ ദൂരത്തിലേക്ക് അയാളുടെ ശ്രദ്ധ മറ്റുള്ളവരുടെ ശ്രദ്ധ അയാളിലേക്ക് കൊണ്ടുവരാനും കഴിയും. അതിനാണ് ഈ സ്റ്റമ്പ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് മാക്സിമം ശബ്ദത്തിൽ സംസാരിക്കും. പോരാ, മാക്സിമം ശബ്ദത്തിൽ മാത്രമായാലും ചിലപ്പോൾ എല്ലാവർക്കും കിട്ടില്ല. അയാൾ തൻ്റെ ബോഡി ലാംഗ്വേജും കൂടെ കാണിക്കും, ജസ്റ്റർ ലാംഗ്വേജ് കൂടെ ഉപയോഗിക്കും, ആംഗ്യഭാഷ കൂടെ ഉപയോഗിക്കും. അപ്പോൾ ആംഗ്യഭാഷയുടെയും നല്ല ഒച്ചത്തുള്ള വാക്കുകളുടെ സഹായത്തോടെ ഹീ കൺവേസ് വാട്ട് ഹി ഹാസ് ടു. എന്താണോ വിനിമയം ചെയ്യേണ്ടത് അത് വിനിമയം ചെയ്യും. അവിടെ എന്താ വിനിമയം ചെയ്യുന്നതെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഐഡിയാസ്. ഇവിടെ എന്ത് നടക്കുന്നത്? പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ്. ഈ രാഷ്ട്രീയ പ്രസംഗമാണ്. ആൾക്കാരെ പാട്ടിലാക്കണം. ഏതിലൂടെ? ടു ക്യാൻവസ് പീപ്പിൾ ടു ദ പാർട്ടി ടു വിച്ച് ഹി ബിലോങ്സ്. ഈ പ്രാസംഗികൻ ഏത് പാർട്ടിക്കാരനാണോ ആ പാർട്ടിയിലേക്ക് ആൾക്കാരെ ക്യാൻവാസ് ചെയ്യുന്നതിനുള്ള പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ് ഈ നടക്കുന്നത്. അപ്പോൾ അതിലൊരു പ്രാസംഗികനുണ്ട്. അയാൾ എന്തിലാണ് നിൽക്കുന്നത്? സ്റ്റമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ അയാളെ നമുക്ക് വിളിക്കാം സ്റ്റംപ് സ്പീക്കർ. ഓക്കെ, നൗ സോ ദേ അറ്റൻഡഡ് എ പൊളിറ്റിക്കൽ മീറ്റിംഗ് ആൻഡ് വാസ് അഡ്രസ്ഡ് ബൈ എ ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കർ. നമ്മൾ ആ സ്റ്റംപ് സ്പീക്കർ ഒന്ന് പരിചയപ്പെടുത്തണം. വൺ ഓഫ് ദോസ് ലൗഡ് വോയിസ്ഡ് ഫെല്ലോസ്. ഈ സ്റ്റംപ് സ്പീക്കേഴ്സ് സാധാരണ അങ്ങനെയുള്ളവരാണ്, അവരെ തിരഞ്ഞെടുക്കും. ഇപ്പോൾ നമ്മുടെ ബാസ്കറ്റ് ബാൾ കളിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഉയരമുള്ള കുട്ടികളെയാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലേ? കാരണം ഉയരം വേണ്ടിയിരിക്കുന്നത്. ഉയരം അവിടെ ഒരു അഡ്വാൻറ്റേജാണ്. ഹൈറ്റ് അവിടെ ഒരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബാസ്കറ്റ് ബോൾ ടീമിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹൈറ്റുള്ള ആൾക്കാരെ എന്ന് പറഞ്ഞതുപോലെ നല്ല സൗണ്ടുള്ള ആൾക്കാരെയാണ് ഈ പൊളിറ്റിക്കൽ ക്യാമ്പയിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇയാൾ തൻ്റെ ഉച്ചത്തിലുള്ള സ്വരത്തിൽ ലൗഡ് വോയിസ്ഡ് ഫെലോസ്. അപ്പോൾ ഇയാളും അത് അക്കൂട്ടത്തിലുള്ള ഒരാളാണ്. ഹീ ഈസ് ഓൾസോ വൺ അമംഗ് ദ ലൗഡ് വോയിസ്ഡ് ഫെലോസ് ഹൂ ഷൗട്ടഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് വോയിസ്. തനിക്ക് എടുക്കാവുന്ന ശബ്ദം മാക്സിമം സൗണ്ടിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. ഹി അഡ്രസ്ഡ് ദ ക്രൗഡ് ഇൻ ദ മാക്സിമം വോയിസ്. തീർന്നില്ല. ആൻഡ് ഓൾസോ ബൈ വേവിങ് ഹിസ് ഹാൻഡ്സ് മീൻസ് ത്രൂ ജസ്റ്റർ ലാംഗ്വേജ്. നമ്മൾ രാഷ്ട്രീയ പ്രസംഗം കേട്ടിട്ടില്ലേ? ഇങ്ങനെയൊക്കെയല്ലേ? എന്താ ഞാൻ ചോദിച്ചു പോവുകയാണ്, ഈ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നുമല്ലേ ഈ നാട്ടിൽ? നമുക്കിവിടെ സംസാരിച്ചുകൂടെ? നമ്മൾ അഭിപ്രായം പറഞ്ഞാൽ എന്താ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കും കഴിയും. ആ സമയത്ത് നമ്മുടെ ആ ബോഡി ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഈ ബോഡി ലാംഗ്വേജും ഏതിൻ്റെയും കൂടെ ഈ ലൗഡ് വോയിസിൻ്റെയും കൂടെ സഹായത്തോടെയാണ് നമ്മുടെ സ്റ്റംപ് സ്പീക്കർ തൻ്റെ കൃത്യം നിർവഹിക്കുന്നത്. അപ്പോൾ ആരെത്തിയിട്ടുണ്ട്? എത്തി തൻ്റെ കൂട്ടുകാരനും സഹപ്രവർത്തനമായ ഡെന്നിസ് ഹാങ്സും വന്നിട്ടുണ്ട്. നോക്കാം. പൊളിറ്റിക്കൽ ക്യാമ്പയിൻ, നമ്മുടെ ഈ സ്റ്റംപ് സ്പീക്കറുടെ പ്രസംഗം അത് അവസാനിക്കുകയാണ്. അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ദ സ്പീച്ച് വിച്ച് ഡിഡ് നോട്ട് മീറ്റ് ദ വ്യൂസ് എയ്തർ ഓഫ് ഏബ് ഓർ ഡെന്നിസ്. അർത്ഥം, the speech did not rise to the expectation of Dennis, Hanks and Abe. ഈ രണ്ടുപേരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് പ്രസംഗം ഉയർന്നില്ല. He missed so many points. He should have pointed out that. He should have said this. ഇത് പറയേണ്ടതായിരുന്നു, അത് ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ? ഇതൊക്കെ വിട്ടുപോയില്ല. അപ്പോൾ ഇവർക്ക് തൃപ്തി വന്നില്ല. Who were not satisfied? Abe and Dennis Hanks were not satisfied. Not only Abe and Dennis Hanks, so many others, so many of the audience were also not satisfied. അവരും തൃപ്തരല്ല. ശരി, എന്താണെന്ന് did not meet the views either of Abe. അവർക്ക് ഈ ഡെന്നിസിൻ്റെയും ഏബിൻ്റെയും കാഴ്ചപ്പാടിനോട് എന്തോ അദ്ദേഹത്തിൻ്റെ പ്രസംഗം യോജിച്ചില്ല. അർത്ഥം, അവർക്ക് ആ പ്രസംഗത്തോട് യോജിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേ ഏബ് ആൻഡ് ഡെന്നിസ് നോക്കി അടുത്ത് പറയുന്നത് കോമ കഴിഞ്ഞിട്ട് ദ ലാറ്റർ. നമ്മൾ രണ്ടുപേരെ കുറിച്ച് പറഞ്ഞിട്ട് ദ ലാറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? അതിലെ രണ്ടാമനാണ്. രാജു ആൻഡ് അലക്സ് വിസിറ്റഡ് മീ. ദ ഫോർമർ കെയിം ഫസ്റ്റ്. അതിൽ ഫോർമർ ഒന്നാമൻ, അപ്പോൾ രാജു. ദ ലാറ്റർ കെയിം ആഫ്റ്റർ ഹാഫ് ആൻ അവർ. അരമണിക്കൂർ കഴിഞ്ഞാണ് ലാറ്റർ വന്നത്. ലാറ്റർ രണ്ടാമൻ. അപ്പോൾ ഏബെന്ന് ആദ്യം പറഞ്ഞു, എന്നിട്ട് ഡെന്നിസ് പറഞ്ഞു, എന്നിട്ട് പറയുന്നത് ദ ലാറ്റർ മീൻസ് ഡെന്നിസ്. ഗോട്ട് ഇറ്റ്? അതിൽ രണ്ടാമൻ, ആ രണ്ടാമൻ എന്നുള്ളതിനാണ് ലാറ്റർ. അപ്പോൾ ഇവിടെ രണ്ടാമൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഡെന്നിസ്. ദ ലാറ്റർ ഡിക്ലെയർഡ് ദാറ്റ് ഏബ് കുഡ് മേക്ക് എ ബെറ്റർ സ്പീച്ച് ദാൻ ദാറ്റ്. മൈ ഫ്രണ്ട് ഏബ് കുഡ് മേക്ക് എ ബെറ്റർ സ്പീച്ച് ദാൻ വാട്ട് യു മെയ്ഡ്.
നിങ്ങളിപ്പോൾ നടത്തിയ പ്രസംഗമില്ലേ, ഇതിനേക്കാൾ നല്ല പ്രസംഗം എൻ്റെ കൂട്ടുകാരെ നടത്തും, എൻ്റെ കൂട്ടുകാരെ ഏബ് നടത്തും. ആര് പറഞ്ഞു? ഡെന്നിസ്. ഏബും ഡെന്നിസും, അതിൽ രണ്ടാമൻ എന്ന് പറഞ്ഞാൽ ഡെന്നിസ്. സോ ഡെന്നിസ് ഡിക്ലെയർഡ് ദാറ്റ് ഏബ് കുഡ് മേക്ക് എ ബെറ്റർ സ്പീച്ച് ദാൻ ദാറ്റ്. നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, ഡെന്നിസ് ചലഞ്ചഡ് ദാറ്റ് സ്റ്റംപ് സ്പീക്കർ അല്ലേ? ആ പ്രാസംഗികനെ, ആ സ്റ്റമ്പിന് മുകളിൽ കയറി നിന്ന ആ പ്രാസംഗികനെ ഒരർത്ഥത്തിൽ ഡെന്നിസ് വെല്ലുവിളിച്ചു. വെല്ലുവിളിച്ചത് എന്തിൻ്റെ ബലത്തിൽ? തൻ്റെ സതീർത്ഥ്യൻ്റെ ബലത്തിൽ. തൻ്റെ സതീർത്ഥ്യനിൽ അവൻ എന്തൊക്കെ കാണുന്നുണ്ട്? തൻ്റെ സതീർത്ഥ്യനിൽ അവൻ ആ കോൺഫിഡൻസ് കാണുന്നുണ്ട്. തൻ്റെ സതീർത്ഥ്യനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. He has the potential and he has the confidence and courage. അവനതിനുള്ള ധൈര്യമുണ്ട്, അവനതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്, അവന് അതിനുള്ള പൊട്ടൻഷ്യലും ഉണ്ട്. ഇതറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, മൈ ഫ്രണ്ട് Eve could deliver a better speech. ഇതിനേക്കാൾ നല്ല പ്രസംഗം എൻ്റെ കൂട്ടുകാർ നടത്തും എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് നടന്നു? ഡെലിവർ എ സ്പീച്ച് വിച്ച് ഹെൽഡ് ദ അറ്റൻഷൻ, could make a better speech than that. Whereupon immediately after that, soon after that, he got a dry goods box. പോയി ഒരു വീഞ്ഞപ്പെട്ടി എടുത്തുകൊണ്ട് വരുന്നു, ഒരു ഉടൻ ബോക്സ് എടുത്തുകൊണ്ട് വന്ന്. കാരണം മറ്റേ സ്റ്റമ്പ് എന്ന് പറയുന്നതിൻ്റെ പുറത്ത് കയറിയെന്നാൽ മതി. നേരത്തെ ഉള്ള നമ്മുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തിയ പ്രാസംഗികന് Ep03 ഉള്ളു, ഇവന് കുറേ കൂടെ ഹൈറ്റുള്ളൊരു സാധനം വേണം, ഒരു വലിയ വെട്ടിയെടുത്തുകൊണ്ട് വന്ന്. Yes, in the dry goods box, and called on Abe to reply to the. Come on, Abe, give a reply to that stump speaker. അയാൾക്ക് മറുപടി വിടുക, അവന് മറുപടി വിടും. ഓക്കെ, അടുത്ത ലിറ്റിൽ Abe threw his old straw hat on the ground. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് ചീപ്പ് ആൻഡ് വോൺ ഔട്ട് സ്ട്രോ ഹാറ്റ്. കീറിപ്പറഞ്ഞ വില കുറഞ്ഞ ഒരു സ്ട്രോ ഹാറ്റ് നമ്മൾ കണ്ട്, അതിൻ്റെ കൂടെ ആണെങ്കിൽ മുടി പുറത്തേക്ക് നോക്കി നിന്നത്. ആ തൊപ്പി ഒരു എറിയുന്നു, ആ തൊപ്പിയൊക്കെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് അടുത്തരംഗം. Little Abe threw his old straw hat on the ground and mount means climb, and climbing on the top of that dry goods box. നമ്മൾ നേരത്തെ പറഞ്ഞ വീഞ്ഞപ്പെട്ടിയില്ലേ, ആ പെട്ടിയുടെ മുകളിലേക്ക് അവൻ അങ്ങോട്ട് വലിഞ്ഞ് കയറി. മൗണ്ട് മീൻസ് ക്ലൈംബ് എന്നാണ്, ക്ലൈംബ് അപ്പ്, മുകളിലേക്ക് കയറുക. മൗണ്ടിങ് ദ ഡ്രൈ ബോക്സ്, കയറിയ ശേഷമോ ഡെലിവേർഡ് എ സ്പീച്ച്. ദ ബോയ് ഏബ് ഡെലിവേർഡ് എ സ്പീച്ച്. അവനൊരു പ്രസംഗം നടത്തിയ റിപ്ലേ സ്പീച്ച് എന്ന് പറയുന്നതാണ് ശരി അല്ലേ? എ സ്പീച്ച് വിച്ച് ഹെൽഡ് ദ അറ്റൻഷൻ ഓഫ് ദ ക്രൗഡ്. ദ ക്രൗഡ് ലിസൺ ടു ദറ്റ് റിപ്ലേ സ്പീച്ച് with bated breath, BATED, breath. ശ്വാസമടക്കി പിടിച്ചിരുന്ന് കേട്ടു ഈ ബാലൻ്റെ മറുപടി പ്രസംഗം. ഒന്നുകൂടെ സെൻറ്റൻസിലേക്ക്. ആൻഡ് മൗണ്ടിങ് ഓഫ് ദ ഡ്രൈ ബോക്സ് ഡെലിവേർഡ് എ സ്പീച്ച് വിച്ച് ഹെൽഡ് ദ അറ്റൻഷൻ ഓഫ് ദ ക്രൗഡ്. ആ ജനക്കൂട്ടത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവർ ശ്വാസമടക്കി പിടിച്ചിരുന്ന പ്രസംഗം ശ്രദ്ധിച്ചു. ആൻഡ് won him considerable applause. You see, in the course of the speech, and when he finished the speech, there was wild applause from the side of the crowd. ജനക്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രസംഗം നടക്കുമ്പോഴും ആ റിപ്ലേ സ്പീച്ച് അവസാനിക്കുന്ന സമയത്തും കയ്യടി സജീവമായിരുന്നു. എന്തൊരു കയ്യടിയായിരുന്നു, എന്തൊരു കരഘോഷമായിരുന്നു. അടുത്ത കൺസിഡറബിൾ അപ്ലോസ് എന്ന് പറഞ്ഞാൽ കരഘോഷം. ഈവൻ ദ ക്യാമ്പയിൻ ഒറേറ്റർ, നമ്മുടെ സ്റ്റംപ് സ്പീക്കർ ഇല്ലേ, ഇവിടുത്തെ പൊളിറ്റിക്കൽ സ്പീച്ച് നടത്തിയ ആൾ, ഈവൻ ദ ക്യാമ്പയിൻ ഒറേറ്റർ അഡ്മിറ്റഡ്. അയാളും സമ്മതിച്ചു. അയാൾക്ക് പോലും സമ്മതിക്കേണ്ടി വന്നു. ഹി വാസ് ഫോഴ്സ്ഡ് ടു അഡ്മിറ്റ് എന്ന് പറയുന്നത് ശരിയല്ലേ, നിർബന്ധിതനായതാണ്. എന്തിന്? ദാറ്റ് ഇറ്റ് വാസ് എ ഫൈൻ സ്പീച്ച്. Abe, congratulations, you did it well. ആരുടെ പ്രതികരണം? നമ്മുടെ സ്റ്റംപ് സ്പീക്കർ, അയാൾ പോലും അനുമോദിച്ചു. യെസ്, ഇറ്റ് വാസ് എ ഫൈൻ സ്പീച്ച് ആൻഡ് ആൻസേർഡ് എവറി പോയിന്റ് ഇൻ ഹിസ് ഓൺ ഒറേഷൻ. യു കവേർഡ് ഈച്ച് ആൻഡ് എവറി പോയിന്റ്. നീ ഓരോ പോയിന്റും കവർ ചെയ്തു. നല്ല പ്രസംഗമായിരുന്നു, ഒന്നും മിസ് ചെയ്തില്ല. യു മിസ്ഡ് നത്തിങ്. യു മിസ്ഡ് നോട്ട് ഈവൻ എ പോയിന്റ്.
യെസ്, ഈ ചെറുപ്രായത്തിൽ ഏബ് നടത്തിയ ഫസ്റ്റ് സ്പീച്ച്, അതിൻ്റെ സന്ദർഭം നിങ്ങളിപ്പോൾ കണ്ടത്, ആ സാഹചര്യം. അടുത്ത രംഗം. ഡെന്നിസ് ആങ്സ്, who thought Abe was the greatest man who ever lived. Dennis always considered Abraham Lincoln as the greatest man who ever lived. He could find in Abe what even Abe couldn't. എബ്രഹാം ലിങ്കണ് പോലും കാണാൻ കഴിയാത്തത് ആര്? നമ്മുടെ ഡെന്നിസ് കണ്ട് ഇവൻ നാളെ വലിയവനാകും. ഒരു 2 മിനിറ്റേ ഉള്ളേ. യെസ്, ഡെന്നിസ് ആങ്സ് who thought Abe was the greatest man who ever lived was delighted. എന്നും അങ്ങനെയായിരുന്നു സതീർത്ഥ്യൻ. ഇങ്ങനെ വേണം സതീർത്ഥ്യരല്ലേ. ഫ്രണ്ട് ഷുഡ് ബി ലൈക്ക് ഡെന്നിസ്. But how many friends have you who can be called Dennises? Who could be called Dennises? ഡെന്നിസുമാരെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന എത്ര സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്കുണ്ട്? വളരെ വളരെ കുറച്ചാണ് അല്ലേ? മെജോറിറ്റി ഓഫ് ദോസ് whom we consider as our friends just pretend as our friends, maybe pretending as friends. നമ്മുടെ വളർച്ചയിൽ അസൂയായിരിക്കും അവർക്ക്. ഒക്കെ നടിക്കുന്നവർ, കൂടെ നിൽക്കുന്നവർ, ഒപ്പം നിൽക്കുന്നവർ, സതീർത്ഥ്യരെന്ന് നാം കരുതുന്നവർ എത്ര പേരുണ്ട്? എത്ര ഡെന്നിസുമാരെ നമുക്ക് കിട്ടും സതീർത്ഥ്യരായിട്ട്? ഈ സുഹൃത്തിൽ അവനൊരു വലിയ മനുഷ്യനെ കാണുകയായിരുന്നു. ഏബ് എന്ന സുഹൃത്തിലൊരു വലിയ മനുഷ്യനെ കാണുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഹീ വിൽ, അവൻ്റെ മനസ്സ് പറഞ്ഞാണ്, ഡെന്നിസിൻ്റെ മനസ്സ് അങ്ങനെയൊക്കെ ചിന്തിച്ച് കാണും, വൺ ഡേ ഹീ വിൽ റൂൾ അമേരിക്ക, വൺ ഡേ മൈ ഫ്രണ്ട് വിൽ ബിക്കം ദ പ്രസിഡൻറ്റ് ഓഫ് അമേരിക്ക. He has the potential. ആ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞവൻ സുഹൃത്താണ്. ഓക്കെ, സോ Dennis Hanks, who thought Abe was the greatest man who ever lived, was delighted. Dennis was really delighted. His joy knew no bounds. His joy knew no bounds. അവൻ്റെ സന്തോഷത്തിന് അതിർവരമ്പുകളില്ലായിരുന്നു. പരമാനന്ദം അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു ഡെന്നിസ്. ആൻഡ് ഹി ഓഫൺ സ്പോക്ക് ഓഫ് ഹൗ യങ് ഏബ് ഗോട്ട് ദ ബെറ്റർ ഓഫ് ദ ട്രെയിൻഡ് ക്യാമ്പയിൻ സ്പീക്കർ. പലപ്പോഴും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്തിനെക്കുറിച്ച്? ഹൗ യങ് ഏബ് ഗോട്ട് ദ ബെറ്റർ. എങ്ങനെയാണ് എൻ്റെ സുഹൃത്ത് അവിടെ വിജയിച്ചത്, മറ്റവനേക്കാളും ബെറ്ററായത്? ഓഫ് ദ ട്രെയിൻഡ് യു സീ ദ അതർ വൺ, ദ അതർ പേഴ്സൺ, ഹി വാസ് എ വെൽ ട്രെയിൻഡ് മാൻ. He was a well-trained man. And my friend Abe defeated that well-trained speaker, well-trained political campaigner. ആ പരിചയസമ്പന്നനായ പൊളിറ്റിക്കൽ ക്യാമ്പയിനറെയാണ് പരാജയപ്പെടുത്തിയത്. ആവർത്തിച്ച് പറയുകയാണ്. ഒരു സുഹൃത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. അതാണ് സൗഹൃദം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫ്രണ്ട്ഷിപ്പ്. ഇപ്പോൾ ഇവിടെ എന്തിൻ്റെയൊക്കെ കഥയാണ് നിങ്ങൾ കേട്ടത്? സൗഹൃദത്തിൻ്റെ കഥയുണ്ട് ഇതിനകത്ത്. ഈ അനക്ഡോട്ടിൽ, ഈ ഉപകഥയിൽ നമുക്ക് സൗഹൃദം ദർശിക്കാം. നമ്മളിലുള്ള പൊട്ടൻഷ്യൽ ഉപയോഗിക്കണമെന്നുള്ള ഒരു സന്ദേശം ഇതിനകത്ത് കിട്ടുന്ന. അതുപോലെ ദ ഇമ്പോർട്ടൻസ് ഓഫ് കോൺഫിഡൻസ്, ദ റോൾ ഓഫ് കോൺഫിഡൻസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ കോൺഫിഡൻസിൻ്റെ പങ്ക് എന്താണ്, അത് ഇതിനകത്ത് വ്യക്തമാക്കുന്നു. അങ്ങനെ പോകുന്നു. ഓക്കെ, ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഗോട്ട് ഇറ്റ്. എല്ലാവരും മനസ്സിലാക്കിയെന്നുള്ള വിശ്വാസം. സോ ഷാൽ ഐ വൈൻഡ് അപ്പ് ഫോർ ദ ഡേ? So see you in the next class. Till then, bye.